നമ്മളൊരു വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ബാങ്കുകൾ എന്തൊക്കെയാ സാധാരണ നോക്കാറുള്ളത്? നമ്മുടെ ശമ്പളം, ക്രെഡിറ്റ് സ്കോർ, പിന്നെ പഴയ തിരിച്ചടവ് ചരിത്രം എന്നിവയൊക്കെയാണല്ലേ. എന്നാൽ ഇനി കാര്യങ്ങൾ മാറും. നിങ്ങളുടെ പക്കൽ നീണ്ട വായ്പാ ചരിത്രമില്ലെങ്കിലും ബാങ്കുകൾ നിങ്ങളെ വിശ്വസിക്കും. അതെങ്ങനെയാണെന്നല്ലേ? വായ്പകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പടിപുറക്കുകയാണ്. പണ്ട് വായ്പകൾ നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിരുന്നത് കടുത്ത ചില നിയമങ്ങൾ വെച്ചായിരുന്നു. എന്നാൽ ഇനി ബാങ്കുകൾ നോക്കുക നിങ്ങളുടെ സാമ്പത്തിക പെരുമാറ്റം അഥവാ ബിഹേവിയർ ആയിരിക്കും. നിങ്ങൾ എങ്ങനെ പണം ചെലവാക്കുന്നു, നിങ്ങളുടെ സേവിങ്സ് ശീലങ്ങൾ എങ്ങനെ, ഇതെല്ലാം തത്സമയം നിരീക്ഷിക്കുന്നത് AI ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിലും നിങ്ങളുടെ മാസ വരുമാനവും ഉത്തരവാദിത്തമുള്ള ചിലവാക്കൽ രീതിയും നോക്കി വായ്പ നൽകാൻ AI ബാങ്കുകളെ സഹായിക്കും. ചില ബാങ്കുകളും NBFCകളും ഇപ്പോൾ തന്നെ വായ്പാ നിർണ്ണയത്തിനായി AI ഉപയോഗിക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡാറ്റയാണ് ഇതിനായി AI ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ, GST ഫയലിംഗുകൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, സാധാരണക്കാരായ ചെറുകിട വ്യാപാരികൾക്കും കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കും. റിസർവ് ബാങ്കിന്റെ 2025 റിപ്പോർട്ട് പ്രകാരം വായ്പ നൽകാൻ ആൾട്ടർനേറ്റീവ് ഡേറ്റ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ബാങ്കിന്റെ മുന്നിൽ നല്ല കുട്ടിയാകാൻ സിബിൽ സ്കോർ മാത്രം പോരാ, നിങ്ങളുടെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യതയും അച്ചടക്കവും കൂടി വേണം. കൂടുതൽ പേഴ്സണൽ ഫിനാൻസ് വാർത്തകൾക്ക് ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.